നിർണയവുമാക്കി അതുകൊണ്ട് എല്ലാ സൗകര്യവുമാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമാക്കി വളരെ വിഷയങ്ങളൊക്കെ ഒത്തിരി കൈകാര്യം പുസ്തകങ്ങൾ ഞാൻ പറയാതെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. വചനത്തിൽ ഞാൻ ശുശ്രൂഷകാലങ്ങളിൽ ദൈവവചനം വചനത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ജനങ്ങളിൽ ചലനമുണ്ട്. ആ വചനത്തിന്റെ അടിപ്പാടിന്റെ സന്തോഷത്തിൽ ആത്മാവിൽ സന്തോഷിക്കുകയും ചെയ്തപ്പോൾ ധാരാളം അനുഭവം അതിലെ രോഗികളും അനുഭവങ്ങളും പലരും വചനത്തോടുകൂടെ വ്യാപരിക്കും പരിശുദ്ധാത്മ വചനത്തെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു അനുഭവമാണ് ശുശ്രൂഷകൾ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ വചനത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ആ അനുഭവമൊക്കെ കാരണം ജനത്തിന്റെ മാർഗീയമായ പ്രകാശനം ശിഷ്യന്മാരെ തിരുവഴുത്തിലെ തെളിയിക്കുമ്പോൾ ഇപ്പോൾ നിർബന്ധിച്ച് ദൈവത്തെ അവരിലേക്ക് നമ്മളുടെ വിവരങ്ങൾ മാറിയിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ കൂട്ടായ്മ സന്തോഷം ഉണ്ടാകും. കൂട്ടായ്മ സന്തോഷം ഉണ്ടാകുന്നത് അതിനകത്ത് വേരുവിന്റെ ഐക്യമാണ്. ദൈവവചനത്തിൽ വ്യാപിക്കുന്ന വചനം ബോധ്യപ്പെടും. വചനമില്ലാതെ പോയാൽ യജ്ഞാനമില്ലാതെ കർത്താവ് വീണ്ടും ദിവസത്തിൽ എന്റെ ഈ വചനങ്ങളെ ചെയ്യുന്നത് ആദ്യമേ വീണ്ടും വന്നത് അടിസ്ഥാന ദൈവവചനം. അതുകൊണ്ട് ദൈവവചനത്തിൽ വ്യക്തമായ ഉത്ബോധനം ഉണ്ടാകുകയും ആ വചനത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ചൈതന്യത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നില്ല. അതാണ് നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ആ ഒരു അനുഭവത്തിലേക്ക് ഈ ഒരു താല്പര്യം കർത്താവ് നടക്കുക. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നമ്മൾ സത്യം ലേഖനം 10-ാമത്തെ അധ്യായം 11-ാമത്തെ അധ്യായത്തിലെ വാക്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലേഖനം 11-ാം അധ്യായത്തിലെ വാക്യം വിശ്വാസം എന്നതോ കാണാത്ത കാര്യത്തിൽ ചിന്തിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആബേലിന്റെ വിശ്വാസത്താൽ ദൈവത്തിന് 57 ഉത്തമമായ യാഗം കഴിച്ചു. ഇത് സംബന്ധമായി ഒത്തിരി ചിന്താകുഴപ്പങ്ങളുണ്ട്, തെറ്റായ ധാരണകളൊക്കെ ഉള്ളതുകൊണ്ട് ആബേലിന്റെ യാഗത്തെ കുറിച്ച് നമ്മൾ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളിൽ ചിന്തിച്ചാൽ വിശ്വാസത്താൽ ആബേൽ ദൈവത്തിന് ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ പരിപാലന സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കയ്യിന്റെയും ഹാബേലിന്റെയും യാഗത്തെ കുറിച്ച് കാണാൻ കഴിയുന്നത്.
കാണാൻ കഴിയും. കയ്യിന്റെ ആദ്യ വാക്യങ്ങൾ കയ്യിന്റെ നമുക്ക് ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൈ എന്ന ആ വാക്കിന്റെ അർത്ഥം എന്നാണ് വാക്കിന്റെ അധ്യായത്തിൽ നമ്മള് ഹൗവ പറയുന്ന ഒരു വാക്യം അനന്തരം മനുഷ്യന് തനിയെ കയ്യിനെ പ്രസവിച്ചു. അവളുടെ വാർത്ത കേട്ടു, യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രതി ലഭിച്ചു എന്ന് പറഞ്ഞു. ആ ലഭിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അവൾ അവനെതിരായ പ്രസവിച്ചു. കയ്യിനെ അവൾ ഗർഭം ധരിച്ച് കയ്യിനെ പ്രസവിച്ചു. കയ്യിൽ വാക്യന്റെ അർത്ഥം കയ്യിൽ എന്ന വാക്യന്റെ അർത്ഥം ലഭിക്കുക. യഹോവയാൽ എനിക്ക് ലഭിച്ചു ഈയൊരു വ്യാഖ്യാനത്തിലാണ്. അങ്ങനെന്താ എനിക്ക് ലഭിച്ചു, യഹോവയാൽ എനിക്ക് ലഭിച്ചു ഈ പറയുമ്പോൾ മനസ്സിൽ ഏതൻ തോട്ടത്തിൽ വെച്ച് ദൈവം അരളി ചെയ്ത ഒരു തീർച്ചയായിട്ടുണ്ടായി. ഏതൻ തോട്ടത്തിൽ നിന്ന് അവരുടെ ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ ഒരു വലിയ വാഗ്ദത്തം കൂടി അവിടെ കൊടുത്തു. സ്ത്രീയുടെ സന്തതി സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കുന്നതും അവൻ സർപ്പത്തിന്റെ പിശാചിന്റെ ജയം കൊള്ളുന്ന ആ വ്യക്തമായ വാഗ്ദത്തം ദൈവം കൊടുത്തു. അപ്പോൾ ഇവൾ ഗർഭവതിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ പെട്ടെന്ന് അവിടെ വന്ന് വരാൻ സാധ്യതയുള്ള ദൈവം വാഗ്ദത്തം ചെയ്ത് ലഭിച്ചു. അവർക്കറിയാം അവളുടെ ഭർത്താവിൽ നിന്നാണ്. പക്ഷെ അവൾ അത് യഹോവയാൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ തന്നു എന്ന് ഇന്ന് നമ്മൾ പറയുന്ന ആ അർത്ഥത്തിലാണ് അവള് പറഞ്ഞത്. അവൾ പറയുന്ന വാക്കിൽ ശ്രദ്ധിക്കും, യഹോവയാൽ എനിക്ക് ഞങ്ങൾക്കെന്നല്ല, എനിക്ക് ഇത് സംബന്ധമായി ഭാഷയെ വാക്കുകളും എനിക്ക്. അപ്പൊ അവരുടെ മനസ്സിലെ ചിന്ത മുഴുവൻ വാഗ്ദത്തം ചെയ്ത എന്ന പ്രതീക്ഷയായിരുന്നു അവളിൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. ഈ കൈയിലും ഹാബിയിലും തമ്മിൽ എന്ത് പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് നോക്കാൻ അവിടെ എന്തെങ്കിലും ജനങ്ങൾ തമ്മിൽ എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അവനായിരുന്നു അതല്ലേ. സ്തോത്രം. പിന്നെ അവൾ അവന്റെ അച്ഛനെ ആ പിന്നെ എന്ന ഒറ്റ വാക്യം അവൾ പറഞ്ഞു. പിടികൊണ്ടോ അവളോ പിന്നെ എന്ന് പറയുന്ന ആ വാക്യം എന്ത് കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് വ്യക്തമല്ല. എങ്കിലും ഒരു ചെറിയ കാലഘട്ടം ആനിജനാണ്, ഒരു കാലഘട്ടം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. ഇനി ആബേൽ എന്ന വാക്കിന്റെ അർത്ഥം ശ്വാസം. അതിന് പ്രാചീന ഇബ്രാഹിം ഭാഷയിൽ നൈമിഷികമായത് എന്ന ആശയം. അവൻ അവന്റെ ഐസക് ഒരു ശ്വാസത്തെക്കാൾ വിഭവമാകുന്നു എന്ന് പറയാറുണ്ട്. ശ്വാസത്തെക്കാൾ ശ്വാസം
നൈമിഷികമായ, അതെ, അവരുടെ ജീവിതം നൈമിഷികമായ താൽക്കാലികമായിരുന്നു. സ്വന്തം സഹോദരാൽ തന്നെ അവൻ ചെയ്യപ്പെട്ടു. ചുരുങ്ങിയ ഒരാഴ്ച മാത്രമേ അവൻ ജീവിച്ചിരുന്നുള്ളൂ. വ്രത എന്ന് പറയുന്നത് അതിനൊരു വ്യാഖ്യാനമാണ്. വ്രതം എന്ന് പറയുന്നത് ജീവൻ മരിച്ചെങ്കിലും അവൻ ദൈവത്തോടുള്ള കൂട്ടായ്മ ആശയമാണ്. ഇനി ഇവർ രണ്ടുപേരും അവര് കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യിൽ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാടുണ്ട്. അപ്പോൾ യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരാൻ കയ്യിലാണ് വഴിപാട് കൊണ്ടുവന്നു എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവന്നു. വഴിപാട് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നു. അത് യഹൂദന്മാരുടെ ഇല്ല കൊല്ലത്താളൊക്കെ ആശ്രയിക്കും ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളനുസരിച്ച് അവർ പറയുന്നത് പല ദേവന്മാരുള്ള കൂലി സർവശക്തനായ ദൈവം ഏതിൽ നിന്ന് ആദമോമാരെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ എരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാലിന്റെ ജ്വാലയുമായി അതിന് മൂന്നാമത്തെ ഇങ്ങനെ അവർ മനുഷ്യരാക്കി പറഞ്ഞു. ഈവൻ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏത് തോട്ടത്തിന് കിഴക്ക് എരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാലിന്റെ ജ്വാലയുമായി കിഴക്കോട്ടായിരിക്കും ഇവിടെ പറഞ്ഞു. ആ തോട്ടത്തിന് കിഴക്ക് കിരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാലിന്റെ ജ്വാലയുമായി നിർത്തി അവിടെ ഒരു യാഗപീഠം ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. പിൻപുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാലിന്റെ ജ്വാലയുമായി നിൽക്കുന്നു. ചതിക്കപ്പെട്ട മനുഷ്യൻ ജീവന്റെ വൃക്ഷം ദൈവസാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്ന ജീവന്റെ വൃക്ഷത്തിന് ആദ്യായ മനുഷ്യൻ മധ്യത്തിൽ ദൈവനീക നിർവാഹകരായ എരുവുകൾ വാളുയർത്തി നിൽക്കുകയാണ്. ആ വാളിന്റെ വിശേഷണങ്ങൾ ശ്രദ്ധേയമാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ പരാമർശിക്കപ്പെടും. ഒന്ന് വാൾ, രണ്ട് ജ്വാല. വാൾ, ജ്വാല. യഹൂദ റബിമാർ അത് കൊടുത്തിരുന്ന ആഖ്യാനം യാഗത്തെ സൂചിപ്പിക്കുന്നു. ഒരു യാഗത്തിൽ രണ്ട് മണം നടക്കുന്നത്. ഒരു ഭരണവും ഒരു തീയുടെ ഈ യാഗം വലിയതായത്. എരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തിയത്. അവിടെ ഈ യാഗപീഠം വിൽക്കപ്പെട്ടിരുന്നുവെന്നുമാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഇവർ വഴിപാട് കൊണ്ടുവന്നപ്പോൾ അവിടെ കൊണ്ടുവന്നു എരുവുകളെ ദൈവം നിയമിച്ചിരുന്ന ആ ഭാഗത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഏതേതിലാണെന്നുള്ളത് നമുക്കറിയാം. ദൈവത്തിന്റെ സർവോത്യാദിയായ ദൈവത്തിന്റെ സാന്നിധ്യം കഴിയുന്നതല്ല. എങ്കിലും ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായ ജീവവൃക്ഷം ഇവിടെയുണ്ട്. അതുകൊണ്ട് അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്നുള്ള ആ ഒരു ഉത്ബോധം തീർച്ചയായും ഉണ്ടാകുന്നിരിക്കും. അതുകൊണ്ട് യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരുന്നത് അവിടേക്കാണ് കൊണ്ടുവരുന്നത്. അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വാളും ജ്വാലയും ഉണ്ട്. ഒരു കാര്യം കൂടി, ദൈവം കയ്യോട് പറയുന്നു, നീ നന്മ ചെയ്യുന്നെങ്കിൽ നിനക്ക് പ്രസാദം ലഭിക്കും. നീ നന്മ ചെയ്യുന്നെങ്കിൽ നിനക്ക് പ്രസാദം ലഭിക്കും. അവൻ നന്മ എന്താണെന്ന് അറിയാവുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നന്മ ചെയ്യില്ല എന്ന കാരണത്താൽ അവനെ വിധിക്കുവാൻ ദൈവത്തിന് കഴിയില്ല.
നന്മ എന്താണെന്നുള്ളത് അവന് അറിയില്ലായിരുന്നെങ്കിൽ നന്മ ചെയ്തില്ല എന്ന കാരണത്താൽ എന്ത് ചെയ്യാൻ കഴിയില്ല, അവനെ വിധിക്കുവാൻ കഴിയുകയില്ല. ഇപ്പൊ ഒരു വിധി പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? അതുകൊണ്ട് നന്മ എന്താണെന്ന്, ദൈവസാന്നിധ്യത്തോട് അടുക്കേണ്ടത് എങ്ങനെയാണെന്ന് തീർച്ചയായും ഭാവിയിലും ആയിരുന്നു. തീർച്ചയായും നമ്മുടെ മാതാപിതാക്കളെ ഞാൻ ചെറുപ്പം പറഞ്ഞു. തീർച്ചയായും നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ പറഞ്ഞു. ഇവിടെ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തക്കാർ പറയുന്നു, ചരിത്രം പഠിച്ചാൽ അറിയാമല്ലോ, മനുഷ്യരിങ്ങനെ ക്രമാനുഗതമായി ഇന്നത്തെ ഒരു ജീവിതത്തിലേക്കുന്നത് എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു വിശദീകരണം. ബൈബിളിനെ അവർ നിഷേധിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ബൈബിളിൽ മനുഷ്യന്റെ ജീവചരിത്രം, മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ, ജീവിതചര്യയെ കുറിച്ച് പരാമർശിച്ചിരിക്കുമ്പോൾ ഇന്നത്തെ ഒരു ജീവിതചര്യയുമായി അധികം അകലെയല്ലാത്ത ഒരു ജീവിത സാഹചര്യം അവർക്കുണ്ടായിരുന്നു എന്ന നിലയിലാണ് ബൈബിൾ പറയുന്നത്. കൃഷി, പിന്നെ ആടിനെ വളർത്തി മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്തുമൃഗങ്ങളാക്കുവാനുള്ള കഴിവും അതിനുള്ള രീതിയുമെല്ലാം മനുഷ്യരിൽ പിൽക്കാലത്ത് വളരെ നാൾക്ക് ശേഷമാണ് ഉണ്ടായതെന്നാണ് ഈ പരിണാമ സിദ്ധാന്തക്കാരൊക്കെ പറയുന്നത്. അറിയാമല്ലോ, സ്റ്റോൺ ഏജ്, അയൺ ഏജ് എന്നൊക്കെ പറയുന്ന ഓരോ കാലഘട്ടത്തിൽ. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മള് ഇതൊക്കെ വായിക്കുമ്പോൾ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കി, പിന്നെ മെറ്റലോട് ലോഹങ്ങളോട് വലിയിരുന്നു നോക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. പറഞ്ഞത് അന്നത്തെ ആയുസ് ആദ്യം തന്നെ 930 വർഷമുണ്ടായി. അപ്പോൾ അത്രയും കാലത്തിന് ശേഷമാണ്, അത്രയും കാലത്തിനുള്ളിലാണ് കഴിവുകൾ നേടിയത്. അത്ര അവിശ്വസനീയമായ ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞത്, ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അഡൽറ്റ് ചൈൽഡായിട്ടല്ല സൃഷ്ടിച്ചത്. പറഞ്ഞാൽ ശാരീരികമായി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുരുഷൻ, പക്ഷേ ഭൗതികമായി ബുദ്ധിമണ്ഡലത്തിൽ അറിവിലും തിരിച്ചറിവിലും പരിജ്ഞാനത്തിലും ഒരു ശിശു എന്ന നിലയിലായിരുന്നില്ല ദൈവം അതിനെ സൃഷ്ടിച്ചത്. ദൈവാനുരൂപതയിൽ ദൈവം മനുഷ്യന് കൊടുത്ത ഗുണവിശേഷം വരണം. പരിജ്ഞാനമുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ചെയ്യാത്ത ഒരു കമ്പ്യൂട്ടർ പോലെ ആയിരുന്നില്ല ആദം. ഒരു വെൽ പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ പോലെ തന്നെ. ഇപ്പം പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, ഇപ്പോഴത്തെ രീതി അങ്ങനെയാണല്ലോ. അവൻ കഴിവുള്ളവനായിട്ട്, ആ കഴിവ് നമുക്ക് തെളിയുന്നത് ഹവ്വായെ ആദമിൽ നിന്ന് വേർതിരിക്കുന്നതിന് മുമ്പ് തന്നെ സകല മൃഗജാലങ്ങളെയും ദൈവം ആദമിന് മുമ്പിൽ കൂടി വരുത്തി. അതിന് മുമ്പിൽ കൂടി അവയെല്ലാം കടന്നു പോയപ്പോൾ അവയ്ക്കെല്ലാം മനുഷ്യനിട്ടത് പേരായി. നോക്കണേ, ഓരോന്നിനും അനുയോജ്യമായ പേര് വിളിക്കത്തക്ക ഭാഷാശേഷിയും ബൗദ്ധിക ശേഷിയും തീർച്ചയായും ആദമിന് അന്നേ ഉണ്ടായിരുന്നു. നോക്കണേ, സ്തോത്രം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കയ്യിനോടും ഹാബേലിനോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്തോത്രം, അവർക്ക് തന്നെ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാനുള്ള പരിജ്ഞാനവും, അവരും അഡൽറ്റ് ചിൽഡ്രനൊന്നും ആയിരുന്നില്ല. അവരും പരിജ്ഞാനമുള്ളവരായിട്ട്, കഴിവുള്ളവരായി, തിരിച്ചറിവുള്ളവരായിട്ടാണ് ദൈവം അവരെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞു. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് അവർ വഴിപാട് കൊണ്ടുചെന്നു എന്ന് പറയുമ്പോൾ, ഈ കെരൂബുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിന്നിരുന്ന സ്ഥലത്ത് യാഗപീഠം ഒരുക്കപ്പെട്ടിരുന്നതും ആ യാഗപീഠത്തിങ്കിലേക്കാണ് ഇവർ വഴിപാട് കൊണ്ടുചെന്നതെന്നും ന്യായമായിട്ടും ചിന്തിക്കാമെന്നാണ് യഹൂദ റബിമാർ അതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം. അത് ഇന്നും വേദപണ്ഡിതന്മാർ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളെല്ലാം വിശകലനം ചെയ്ത് അത്
അതങ്ങനെ തന്നെയാണ് എന്നാണ് അവരും അംഗീകരിക്കുന്നത്. സ്തോത്രം. അവിടേക്ക് കൊണ്ടുവന്നു, വഴിപാട് കൊണ്ടുവന്നു. മാത്രമല്ല വാളും തീയുമാണ് അവിടെ യാഗത്തെ പ്രതിനിധീകരിച്ച്, അല്ലെങ്കിൽ യാഗത്തിൻ്റെ പ്രതീകമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ രക്തച്ചൊരിച്ചിലോടുകൂടി ഒരു യാഗം ഇവരുടെ വിടുതലിന് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നു എന്നുള്ളത്, ലോകസ്ഥാപനം ഇറക്കപ്പെട്ട കുഞ്ഞാട് ഇവരെ ഉടുപ്പിക്കാൻ മൃഗത്തിൻ്റെ തോൽ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി അവിടെ ഒരു യാഗമൃഗം കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇവർക്ക് നന്നായി അറിയാമായിരുന്നു. അപ്പോൾ അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കയീനെ വിധിച്ചു എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതല്ല. കയീൻ അവനാണ് മുൻകൈ എടുത്തതെങ്കിലും അവന് ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ദൈവത്തോട് അടുക്കുന്നത് എങ്ങനെയാണ്, ദൈവത്തോട് അടുക്കുന്നത് എങ്ങനെയാണ്? യാഗത്തിലൂടെയാണ്. യാഗത്തിലൂടെയാണ് നമ്മളിന്ന് ദൈവത്തോട് അടുക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്കായി തുറന്ന ജീവനുള്ള പുതുവഴിയിൽ കൂടെയാണ്. സ്തോത്രം. അതല്ലേ നമ്മൾ 50-ാം സംഘത്ത് വായിക്കും, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ വിശുദ്ധന്മാർ. സ്തോത്രം. യാഗമാണ് ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഉപാധി എന്നുള്ളത് അവർക്ക് തങ്ങൾക്ക് ദൈവം കൊടുത്ത പരിജ്ഞാനത്തിൽ മനസ്സിലാക്കാമായിരുന്നു. യാഗം രക്തച്ചൊരിച്ചിലോടുകൂടി യാഗമാണ്, പാപപരിഹാരം. നോക്കണേ, പിൽക്കാലത്ത് മോശയിലൂടെ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൽ പിന്നെ നമുക്കറിയാമല്ലോ, ധാന്യങ്ങൾ, ആദ്യഫലങ്ങൾ അതൊക്കെ ആലയത്തിൽ വഴിപാടായി കൊണ്ടുവരുന്നുണ്ട്. ഒരു മണി കതിര് കൊണ്ടെന്ന് വഴിപാടാക്കുന്നതുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കയ്യിൽ നിലത്തിലെ വിഭവം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ആ വസ്തുവിനെന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടല്ല. പക്ഷേ ദൈവത്തോട് അടുക്കുന്നതിനുള്ള പ്രമാണം എന്താണെന്നുള്ളത് അവർക്ക് നന്നായി അറിയാമായിരിക്കെ കയ്യിൽ ദൈവത്തിന് ഹിതകരമായ ആ വഴി തിരഞ്ഞെടുക്കാതെ തൻ്റേതായ ഒരു നിലയിൽ തൻ്റെ ചിന്തയ്ക്കനുസരിച്ച് ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നു. സ്തോത്രം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, കയീൻ ബിലീവ്ഡ് ഇൻ ഗാഡ്. ദൈവം ഉണ്ടെന്നുള്ളത് കയീൻ അംഗീകരിച്ചിരുന്നു. ദൈവം ഉണ്ടെന്നുള്ളത് അവർ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടല്ലേ വഴിപാടൊക്കെ കൊണ്ടുവന്നു. ദൈവം ഉണ്ടെന്നുള്ളത് അവനറിയാമായിരുന്നു. പക്ഷേ ദൈവത്തിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നതും ദൈവത്തിൽ വിശ്വസിക്കുന്നതും രണ്ടാണ്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നതാ, ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുക. അവൻ നമ്മളെ കാണിച്ചിട്ട് വലിയ വിശ്വാസിയാന്ന് തോന്നുന്നു. ചില വിറയിലും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? സ്തോത്രം. യാക്കോബിൻ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇത് കണ്ടില്ലേ? 2-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യം, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ. സ്തോത്രം. See, Cain believed that there is a God. പക്ഷേ സ്തോത്രം, he did not believe in God. അവൻ ദൈവത്തിൽ വിശ്വസിച്ചില്ല, ദൈവത്തെ വിശ്വസിച്ചില്ല. സ്തോത്രം. ഇന്ന് നമ്മൾ നോക്കിയേ, ഞാൻ ദൈവവിശ്വാസിയാണ്, ദൈവം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം, ഞാൻ പ്രാർത്ഥിക്കാറുമൊക്കെ ഉണ്ട്, പറയാറില്ലേ? സ്തോത്രം. ദൈവം ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പിന്നെ ദൈവം ദൈവം ഉണ്ടെന്നേ സമ്മതിച്ചു. ഐ എം എ ബിലീവർ. ബട്ട് ഡു യു ബിലീവ് ഇൻ ഗാഡ്? നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? സ്തോത്രം. ഞങ്ങൾ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറയുന്ന ആ വ്യക്തിബന്ധമാണ്. വ്യക്തിബന്ധമാണ്. ദൈവത്തെ വിശ്വസിക്കണം. സ്തോത്രം. അപ്പോൾ കയീൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചു, പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു സ്വയശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ദൈവം ഉണ്ടെന്ന് നമ്മൾ സമ്മതിച്ചു, നല്ല കാര്യം. സ്തോത്രം. നമ്മളെക്കാൾ വലിയ ആ കാര്യത്തിൽ നമ്മളെക്കാൾ വലിയ വിശ്വാസി പിശാചാണ്. അവൻ്റെ ഇച്ചിരി വിറയിലും കൂടെ ഉണ്ടായി. പക്ഷെ അതുപോലെ സ്തോത്രം, എന്നെ സ്നേഹിക്കുന്ന, ഒരിക്കലും തെറ്റുപറ്റാത്ത, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായ
മാറ്റമില്ലാത്തവനായ, എന്നെ കരുതുന്നവനായ, നന്മ മാത്രം ചെയ്യുന്നവനായ എൻ്റെ സ്വർഗീയ പിതാവാണ് എൻ്റെ ദൈവം. ആ പേഴ്സണൽ റിലേഷൻഷിപ്പാണ് പ്രധാനം. സ്തോത്രം. അതില്ലായിരുന്നു. ഹാബേലിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തെ വിശ്വസിച്ചിരുന്നു, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് എനിക്ക് പറയാം. ഭാഷയ്ക്ക് എൻ്റെ പരിമിതിയുണ്ട്. സ്തോത്രം. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. സ്തോത്രം. ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ ദൈവത്തോടുള്ള വിശ്വാസത്താലുള്ള വ്യക്തിബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇവിടെ ആദമിൻ്റെയും ഹവ്വയുടെയും കൂടെ കാര്യം നിർത്തിയുണ്ട്. ആദമും ഹവ്വയും അവർക്ക് നന്നായി അറിയാൻ ദൈവം ഉണ്ടെന്ന കാര്യം. നമ്മൾ ദൈവത്തെ നേരിൽ കണ്ടതാണ്. ദൈവം ദൃശ്യമായ രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ മുമ്പിൽ. അവിടെ കാതുകളിൽ കേൾക്കത്തക്കതുപോലെ അവരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അവർ ദൈവത്തെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ദൈവം ഉണ്ടെന്നുള്ളത് അവർക്ക് നന്നായി അറിയാം. പക്ഷേ അവരുടെ വീഴ്ചയുടെ കാരണം അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല. അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല. സ്തോത്രം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. ഇവിടെ അതുകൊണ്ടാണ് ഈ ആദമിനെക്കുറിച്ച്, ചിലപ്പം ആദമിൻ്റെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് ചിന്തിക്കും. ആദമിൻ്റെ കാര്യത്തെക്കുറിച്ച് 2 റെഫറൻസും കൂടി ബൈബിളിലുണ്ട്. മീൻസ് റോമാലേഖനത്തിലും ഒക്കെ കൊരിന്ത്യത്തിലും ഒക്കെ ആദമിനെക്കുറിച്ച് പരാമർശിക്കുന്നെങ്കിലും ആദമിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചൊരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്ന 2 പ്രബോധനങ്ങൾ, 2 വാക്യങ്ങൾ നമുക്ക് കാണാം. ഒരു വാക്യം യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം. 31-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ. എടുത്തെങ്കിലും ഒന്ന് വായിച്ചേക്കാമോ? യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 33-ാമത്തെ വാക്യം. കണ്ടോ? താങ്ക് യു. അപ്പോൾ ആദാം ചെയ്തെന്താ? ലംഘനം മൂടി, അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചു. അടുത്ത പരാമർശം ഹോശേയുടെ പ്രവചനം 6-ാം അധ്യായം 7-ാം വാക്യത്തിലാണ്. ഹോശേയ 6:7 വായിച്ചേക്കാമോ? ഹോശേയുടെ പ്രവചനം 6-ാം അധ്യായം 7-ാം വാക്യം. കണ്ടോ? അവർ എന്നോട് വിശ്വാസപാതകം. ആദമിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ എന്തോ കൂടെ പറയുന്നുണ്ട്? വിശ്വാസപാതകം. ലംഘനം മൂടി, അകൃത്യം മാർവിടത്ത് മറച്ചു. ഒരു കോൺഫിഡൻ്റ് ആയിരിക്കണം നമുക്ക് ദൈവം. കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്ന്, സ്തോത്രം, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, ഒരു ഇൻറ്റിമേറ്റ് ക്ലോസ് ലവിങ് ഫ്രണ്ട്. നമ്മുടെ ഹൃദയം മുഴുവൻ തുറക്കാൻ കഴിയുന്ന ആ ബന്ധമുള്ള ഒരുവൻ, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. സ്തോത്രം. ഹൃദയം മുഴുവൻ അറിയുന്ന ഒരു സുഹൃത്ത്. അങ്ങനെ നമുക്ക് ഒരാളിനെക്കുറിച്ച് അത്ര വിശ്വാസമുണ്ടെങ്കിൽ, സ്തോത്രം, ആ വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഒന്നും മൂടി വെക്കില്ല, മറയ്ക്കുകയില്ല. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരിക്കണം. ഒരു തുറന്ന പുസ്തകമായിരിക്കണം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. ആദം അങ്ങനെ ചെയ്തില്ല. സ്തോത്രം. ലംഘനം ചെയ്തു, പക്ഷെ അത് മാറുടത്ത് മറച്ചു വെച്ചു. അവിശ്വസ്തത കാണിച്ചു, എന്നെ വിശ്വസിച്ചില്ല. സ്തോത്രം. ദൈവം ഉണ്ടെന്ന് ആദവന് അറിയാമായിരുന്നു. ദൈവം ഉണ്ടെന്ന് അവൻ വിശ്വസിച്ചു, പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ചില്ല. എന്നാൽ ആദ്യത്തെ വിശ്വാസി എന്ന് പറയുന്നത് ഹാബേലാണ്. ആദ്യം ദൈവത്തെ വിശ്വസിച്ചവൻ എന്ന് പറയാവുന്ന, സ്തോത്രം, വ്യക്തി ഹാബേലാണ്. ഈ ഹാബേൽ വിശ്വാസത്താൽ
അനുഭവമാക്കിയ ചില കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നത് ശ്രദ്ധേയമാണ്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. ദൈവഹിതം എന്താണെന്നും ദൈവത്തോട് അടുക്കേണ്ടത് എങ്ങനെയാണെന്നും ദൈവം പ്രസാദിക്കുന്നത് ഏത് വഴിയിലാണെന്നും വ്യക്തമായ ഉൾബോധം, സ്തോത്രം, ഹാബേലിനുണ്ടായിരുന്നതുകൊണ്ട്. കയ്യിലും അത് അറിയാമായിരുന്നു, പക്ഷെ അവനത് അംഗീകരിച്ചില്ല. സ്തോത്രം. ഹാബേൽ അത് അറിയാമായിരുന്നതുകൊണ്ട് ആ വിശ്വാസം അവൻ പ്രവൃത്തിയിലാക്കി. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസം എന്ത് ചെയ്യണം? പ്രവൃത്തിയിൽ കാണണം. വിശ്വാസം പ്രവൃത്തിയിൽ കാണണം. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഹൃദയം തുറന്നവർ തിരുമുമ്പിൽ കണ്ണുനീരോടെ നമ്മുടെ അവസ്ഥ ഏറ്റു പറയാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താ? ഹല്ലേലൂയ. നമ്മൾ ദൈവമുമ്പിൽ നമ്മുടെ ഹൃദയം പകരണം. ഹന്നയുടെ പ്രാർത്ഥന, സ്തോത്രം, പ്രാർത്ഥിച്ചപ്പോൾ ഏലി അവളെ വിമർശിച്ചപ്പോൾ അവൾ പറഞ്ഞ വാക്യം എന്താ? ഞാൻ എൻ്റെ ഹൃദയം പകരുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പേഴ്സണൽ പ്രെയർ ഉണ്ടായിരിക്കണം. നമ്മുടെ പബ്ലിക് പ്രെയറിൽ ചിലപ്പോൾ സ്തോത്രം നമുക്ക് അത്ര കണ്ട് വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയാത്തവർ നമ്മുടെ വാക്കുകൾ നമ്മൾ ദൈവത്തോടെ പറയുന്നെങ്കിൽ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ ചില കാര്യങ്ങൾ പരിജ്ഞാനത്തോട് ചെയ്യേണ്ടി വരും. അറിയാമല്ലോ, കർത്താവ് തന്നെ പരസ്യമായി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ചുറ്റും നിൽക്കുന്നവരെ പരിഗണിച്ചു. അറിയാമല്ലോ, ലാസറിൻ്റെ കല്ലറയ്ക്കൽ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ, പിതാവേ നീ എൻ്റെ അപേക്ഷ കേൾക്കുമെന്ന് എനിക്കറിയാം, എങ്കിലും എൻ്റെ ചുറ്റും നിൽക്കുന്നവർ നിമിത്തം ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞേച്ച. അപ്പോൾ നമ്മൾ പബ്ലിക് പ്രെയറിൽ പൊതുവായി പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരാരാണെന്നും, സ്തോത്രം, അത് അവർക്ക് വിശ്വാസവർദ്ധനവിന് ഉപാധിയാകണമെന്നും അവർക്കും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ ആമേൻ പറയാൻ കഴിയണമെന്നുമുള്ള ആ ഒരു പരിജ്ഞാനത്തോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പക്ഷേ സ്തോത്രം, നമ്മുടെ പേഴ്സണൽ പ്രെയർ അതാണ്. മറ്റേതൊരു വക എന്തായാലും പറയേണ്ടത്, ഇച്ചിരി ഒരു ദൈവത്തോടുള്ള ആ ഇൻറ്റിമസിയിൽ അത്രമാത്രം ഒരു ഓപ്പൺനെസ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയാൻ മേല. സ്തോത്രം. പക്ഷേ നമുക്കൊരു പേഴ്സണൽ പ്രെയർ ഉണ്ട്. അത് നമ്മുടെ ഫാമിലി പ്രെയർ അങ്ങനെ ആയിരിക്കണം. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. സ്തോത്രം. മറയ്ക്കാനൊന്നുമില്ല. ഒരു കോൺഫിഡൻറ്റ്, സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുന്ന ഒരനുഭവം. സ്തോത്രം. എല്ലാവരും കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. നോക്കണേ, ആ ഹൃദയം പകരുന്ന അനുഭവം. ആദം അത് ചെയ്തില്ല. ലംഘനം മൂടി അകൃത്യം മാറിവിടത്ത് മറച്ചു വെച്ചു. അവർക്ക് ദൈവം ഉണ്ടെന്നറിയാമായിരുന്നെങ്കിലും അവർ ദൈവത്തെ they did not take God into confidence. ദൈവത്തെ വിശ്വാസത്തിലെടുത്തില്ല. ദൈവമുമ്പിൽ, സ്തോത്രം, അവരൊരാതിര് വെച്ചിരുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു മറശീല. സ്തോത്രം. എന്നാൽ ഹാബേൽ അങ്ങനെ ആയിരുന്നില്ല. ഹാബേൽ, സ്തോത്രം, ഒന്ന് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നുള്ളത് അവൻ അറിയാമായിരുന്നത് കൊണ്ട് ഉത്തമമായ യാഗം കഴിച്ചു. ദൈവം കയ്യനോട് പറയുമ്പോൾ നോക്കണേ, സ്തോത്രം, നിന്റെ മുഖം പാടുന്നത് എന്താ? ദൈവം അങ്ങോട്ട് ചോദിക്കുക അല്ലേ? സ്തോത്രം. ദൈവം എത്ര നമ്മളോട് എത്ര എന്തായാലും പറയുന്നേ, എന്തോ ഒരു ഇൻറ്റിമേറ്റ് ലവിങ് റിലേഷൻഷിപ്പ് ആ ദൈവത്തിൽ നമ്മളോടുള്ളത്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മളൊരു മസിൽ പിടിച്ചാ. ദൈവം അങ്ങോട്ട് ചോദിക്കുക, നിന്റെ മുഖം പാടുന്നത് എന്താ? അവനെ അറിയാമായിരുന്നു, പക്ഷേ അവനത് അവൻ പ്രാക്ടിക്കലിൽ കൊണ്ടുവന്നില്ല. ഹാബേൽ അത് പ്രാക്ടിക്കലിൽ കൊണ്ടുവന്നു. ഉത്തമമായ യാഗം കഴിച്ചു. 2, നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തി അബ്രഹാമല്ല. ആരാ? ഹാബേല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ഹാബേലാണ്.
വിശ്വാസത്താലുള്ള ആ നീതീകരണം അവൻ അനുഭവിക്കുമ്പോൾ അത് പ്രായോഗികത്തിൽ യാഗമായി അവൻ തെളിയിക്കുകയും ചെയ്തു. ഇവിടെ ഞാനൊന്ന് ഇച്ചിരി പുറകോട്ട് പോയി പറഞ്ഞോട്ടെ. എബ്രായ ലേഖനം എഴുതിയിരിക്കുന്ന സാഹചര്യം നമുക്കറിയാമല്ലോ. എബ്രായ ക്രിസ്ത്യാനികൾ പീഡനങ്ങളും പിന്നെ എതിർപ്പുകളും ഒറ്റപ്പെടലുകളും ഒക്കെ ജീവിതത്തിൽ വന്നപ്പോൾ യെരൂശലേമിലെ ദൈവാലയം അന്നും നിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രൗഢിയിൽ നിൽക്കുമ്പോൾ അവര് ഹൃദയം കൊണ്ട് ആ പഴയതിലേക്ക് പിൻവലിയുന്ന ഒരനുഭവം അവരിൽ ഉണ്ടായപ്പോൾ അവരെ ആ പഴയത് മാറി പുതിയതിനെ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതിനും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിനുമാണ് എബ്രായ ലേഖനം എഴുതിയത്. സ്തോത്രം. അപ്പോൾ സ്തോത്രം, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത് പുതിയതല്ല. ഹാബേൽ അങ്ങനെ നീതീകരിക്കപ്പെട്ടത്. ഹാബേൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. കണ്ടില്ലേ പറയുന്ന വാക്കുകൾ? അതിനാൽ അവൻ നീതിമാൻ. ആരാ പറയുന്നത്? ദൈവം നീതിമാൻ എന്ന് പറയുക. ഹല്ലേലൂയ. പാപിയാ, പാപപ്രേരിതമുള്ളവനാ. തീർച്ചയായിട്ടും. കാര്യം ആദാമിൽ ജനിച്ചവനല്ലേ. പക്ഷേ അവൻ്റെ അവിശ്വാസവും വിശ്വാസത്തിൻ്റെ തെളിവായ യാഗാർപ്പണം അതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ചു. വിശ്വാസത്തലവൻ നീതീകരിക്കപ്പെട്ടു. അവളോട് പറയുകയാണ്, എബ്രായ ക്രിസ്ത്യാനോട് പറയുന്നത്, ഹാബേൽ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാ, കർമ്മങ്ങളാലല്ല, യാഗത്താലല്ല, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. സ്തോത്രം. അടുത്തത് മൂന്നാമത് സ്തോത്രം, ഹാബേൽ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ രക്തം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ അത്? സ്തോത്രം, നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. സ്തോത്രം, യാഗത്താൽ മാത്രമേ ദൈവത്തോടടുക്കുവാൻ കഴിയുകയുള്ളൂ. വിശ്വാസത്താൽ മാത്രമേ നീതീകരിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. കർമ്മങ്ങളാൽ കഴിയുകയില്ല, പ്രവൃത്തിയാൽ കഴിയുകയില്ല, അനുഷ്ഠാനങ്ങളാൽ കഴിയുകയില്ല. സ്തോത്രം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹാബേൽ അപ്പൻ്റെ പാതയിൽ നിന്ന് മാറിയ ഒരു പാതയിലാണ് അവൻ യാത്ര ചെയ്തത്. ആദാമുഹവായും വഴിപാട് കഴിച്ചതായിട്ടോ ആദാമുഹവായി യാഗം കഴിച്ചതായിട്ടോ തിരുവെഴുത്തിൽ കാണുന്നില്ല. സ്തോത്രം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, വേദപണ്ഡിതന്മാർ പറയുന്നത്. സ്തോത്രം, ദൈവം കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയമ നിർത്തിയതിനടുത്ത് തന്നെയാണ് ആദ്യത്തെ ഇവരെ ഒഴിപ്പിക്കാനുള്ള ആടിനെ കൊന്നതെന്നും അവിടെ ആ യാഗം കഴിച്ചതിൻ്റെ സ്ഥലം അവിടെ ഒരുക്കപ്പെട്ടിരുന്നുവെന്നും. സ്തോത്രം. നോക്കണേ, അത്ര ശരിയാത്. ദൈവസാന്നിധ്യത്തിൻ്റെ പ്രതീകമായ ജീവൻ്റെ വൃക്ഷത്തിലേക്ക് ഭാവിയായി ശമിക്കപ്പെട്ട മനുഷ്യൻ കടന്നു ചെല്ലണമെങ്കിൽ ഇവിടെ കൂടെ ചെല്ലണം, യാഗത്തിലൂടെ ചെല്ലണം. ഹല്ലേലൂയ. സ്തോത്രം. ഇതെല്ലാം അവർക്ക് അറിയാമായിരുന്നെങ്കിലും അവർ അതനുഷ്ഠിച്ചതായി കാണുന്നില്ല. പക്ഷെ വിശ്വാസത്താൽ ഹാബേൽ നീതീകരിക്കപ്പെട്ടു, ദൈവത്തിൽ പ്രസാദമുള്ള യാഗം കഴിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഹാബേലിനെ കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നു. ഒന്ന്, സ്തോത്രം, അവൻ ദൈവത്തിന് ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവൻ നീതിമാൻ എന്ന് സാക്ഷ്യം പ്രാപിച്ചു. ദൈവം തന്നെ അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. സ്തോത്രം. കാരണം ദൈവം വെച്ചിരിക്കുന്ന വഴി അതാ. സ്തോത്രം. അടുത്തത്, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഇത് ഈ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഭാഗം എടുത്തിട്ട് മരണാനന്തര ശുശ്രൂഷകൾ വിശുദ്ധന്മാർ കൊണ്ടെന്ന് സ്ഥാപിക്കാൻ പട്ടത്വ സഭകളിലുള്ളവർ പരിശ്രമിക്കാറുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളുടെ സ്തോത്രം? ഹാബേൽ ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ മരിച്ച ശേഷം എന്തുകൊണ്ടെന്നാ ശുശ്രൂഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം.
എന്താ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് 4-ാം അധ്യായത്തിൽ കയ്യിനോട് ദൈവം സംസാരിക്കുമ്പോൾ, സ്തോത്രം, അതിൻ്റെ 10-ാമത്തെ വാക്യം, അവൻ അരുളിച്ചത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. നിന്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. സ്തോത്രം. അത് നമുക്കൊരു സന്ദേശവും തന്നുകൊണ്ടിരിക്കുന്നു. അന്നും ഇന്നും ലോകത്തിൽ ഏറ്റവും അധികം രക്തച്ചൊരിച്ചിൽ നടന്നിട്ടുള്ളത് ആരാധനയുടെ പേരിലാണ്. ഇന്നും ലോകത്തെ സംഘർഷങ്ങൾ എടുത്തു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പലസ്തീനും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന യുദ്ധവും മതവിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിനേക്കാൾ രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ലേ അത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ ഭൂമിയിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള രക്തച്ചൊരിച്ചിലുകൾ എടുത്താൽ, സ്തോത്രം, ഭൂരിഭാഗവും മതത്തിൻ്റെ പേരിലാണ്, വിശ്വാസത്തിൻ്റെ പേരിലാണ്, ആരാധനയുടെ പേരിലാണ്. മറക്കരുത്. സ്തോത്രം. ഇന്നും നമ്മളോട് ആ സന്ദേശം തന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത സന്ദേശം എന്താണെന്നറിയാമോ? രക്തം ചൊരിയേണ്ടി വന്നാലും സത്യാരാധനയിൽ നിന്ന് മാറരുതെന്നുള്ളതല്ലാതെ, സ്തോത്രം, ആർക്കു വേണ്ടിയും ഒരു ശുശ്രൂഷയും ചെയ്യുന്ന ഒരു കാര്യം മരണാനന്തരം ആർക്കുമില്ല തന്നെ. അതാണ് നമ്മൾ കൊരിന്ത്യർക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് മാത്രമേ ദൈവസന്നിധിയിൽ വിലപ്പോവുകയുള്ളൂ. ശരീരം വിട്ടാൽ പിന്നെ ഒരു ശുശ്രൂഷയും ശേഷിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനത്തിലെ വാക്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാട്ട് അതിൻ്റെ 21 മുതൽ വായിക്കുമ്പോൾ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. എന്താ? ഇങ്ങനെ ഉറച്ചുകൊണ്ട്, ഇത് ആവശ്യമാണെന്നുള്ളത് ഉറച്ചുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന് അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ജീവനോട് ഇരിക്കുമെന്നും നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമെന്നും അറിയുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്ക്, നിങ്ങളുടെ ആത്മീയ സന്തോഷത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യണം, ജഡത്തിലിരിക്കണം. സ്തോത്രം. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ അതങ്ങ് തിരഞ്ഞെടുത്തേനെ. കാര്യം ഇത് രണ്ടിനാലും ഞെരുങ്ങുക. ഞാൻ ജഡത്തിലിരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസത്തിന് അഭിവൃദ്ധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ജഡത്തിലിരിക്കുന്ന അങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. ശരീരത്തിലിരിക്കുമ്പോഴേ ശുശ്രൂഷയുള്ളൂ. ശരീരം വിട്ടാൽ ഒരു ശുശ്രൂഷയും ശേഷിക്കുന്നില്ല, ഒരു ശുശ്രൂഷയും ശേഷിക്കുന്നില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശരീരം വിട്ടാൽ പിന്നെ അടുത്തൊരു കാര്യം കൂടി, ഈ ജഡബന്ധങ്ങൾ അപ്രസക്തങ്ങളാകും. ജഡിക ബന്ധങ്ങൾ അപ്രസക്തങ്ങളാകും. സ്തോത്രം. ജഡത്തിൽ രക്തത്തോടുകൂടെ ജീവിച്ചിരിക്കുന്ന കാലത്തേ ഉള്ളൂ ജഡിക ബന്ധങ്ങൾക്ക് പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അതിന് പ്രസക്തിയില്ല. അതുകൊണ്ടാണ്, സ്തോത്രം, അത് രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട കാര്യമാണ് വിശുദ്ധമായ കാര്യങ്ങൾ ഇവർ പറയുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇപ്പോൾ കാഹളം ധ്വനിച്ചു, നമ്മൾ കർത്താവിലേക്ക് ചേർക്കപ്പെട്ടാൽ, കർത്താവിലേക്ക് ചേർക്കപ്പെടുന്ന ആളുകൾ ആദ്യത്തെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സന്തോഷമായിരിക്കും. വലിയ സന്തോഷമെല്ലാം ഒട്ടൊന്ന് ഒതുങ്ങുമ്പോൾ, ഒട്ടൊന്ന് കഴിയുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കാൻ സ്വാഭാവികമായിട്ടും ഇടയുണ്ട്. പേടിക്കല്ല്. ആരെങ്കിലുമൊക്കെ അവിടെ ഇല്ലെന്ന് വന്നാൽ അവർ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് നിമിത്തം
എന്തൊരു ദുഃഖമായിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുക സ്വർഗത്തിൽ കൂട്ടക്കരച്ചിലായിരിക്കും. പക്ഷേ കാര്യം ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആ ഡീറ്റാച്ച്മെൻറ്റ് ഇവിടെ തുടങ്ങണം. അതാ പറയുന്നത്, എന്നെക്കളതെയോ അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നത് എനിക്ക് യോഗ്യനല്ല, എന്നെക്കളതെയോ മകനെയോ മകളെയോ പ്രിയപ്പെടുന്നത് എനിക്ക് യോഗ്യനല്ല. സ്തോത്രം. ഒരു ലൗകികവും. അപ്പോൾ പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നാ? വിശുദ്ധൻ വിശ്രമത്തിലാ, കർത്താവിൻ്റെ സാന്നിധ്യത്തിലിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഹാബേൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാനെക്കുറിച്ച് ചിന്തകൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും മരിച്ചു കഴിഞ്ഞ് നമുക്കൊരു സന്ദേശം തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സ്തോത്രം. ചിലർ സ്തോത്രം മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കുന്നു, ചിലർ നമ്മൾക്ക് ആശ്വാസത്തിൻ്റെ സന്ദേശം തന്നുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? സ്തോത്രം. ആ നിലയിലാണ് ഹാബേലിൻ്റെ രക്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ആട്ടെ, അടുത്ത ഭാഗം. സ്തോത്രം. അടുത്ത ഭാഗമാണ് ഇത്രയും കാര്യങ്ങൾ ഹാബേലിൻ്റെയും കായീൻ്റെയും യാഗസംബന്ധമായി ഇത്രയും കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അതിനടുത്ത വാക്യത്തിലേക്ക് നമ്മൾ പതുക്കെ കടന്നതായിരുന്നു. ആ വാക്യത്തിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. സ്തോത്രം. അവിടെ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. സ്തോത്രം. നോക്കണേ, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. 365 വർഷം ജീവിച്ചിരുന്ന ഭക്തനാണ് ഹാനോക്ക്. ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഈ വംശാവലിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബചരിത്രം, മനുഷ്യൻ്റെ കുടുംബചരിത്രമാണ് ബൈബിള് അല്ലേ? ഇവിടെ കുടുംബചരിത്രം എഴുതാൻ കിടന്നുകൊണ്ട് പാടുപെടുക. അപ്പോൾ പലയിടത്തും തമ്മിൽ ചേരായിക, മിസ്സിംഗ് ലിങ്ക്സ് എന്ന് പറഞ്ഞതാണ് ഇവിടെ പലപ്പോഴും. മിസ്സിംഗ് ലിങ്ക്സ്. പക്ഷേ ബൈബിളിൽ ഒരു മിസ്സിംഗ് ലിങ്കും ഇല്ല. കൃത്യമായിട്ട് പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ആദം, ശേത്ത്, ഏനോസ്, കേനാൻ, വിശുദ്ധന്മാരെന്ന് അതിൻ്റെ കാര്യം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു. ആദം, ശേത്ത്, ഏനോസ്, കേനാൻ, മഹലേൽ, യാരദ്, അടുത്തത് ഹാനോക്ക്. പിന്നെ ഹാനോക്ക് കഴിഞ്ഞ് മെഥൂശലക്, ലാമെക്, നോഹ. ലാമെക്കിൻ്റെ മകനാണ് നോഹ. സ്തോത്രം. 10ാം തലമുറക്കാരനാണ് നോഹ. 7ാം തലമുറക്കാരനാണ് ഹാനോക്ക്. ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. സ്തോത്രം. നോക്കണേ, ദൈവത്തോട് കൂടെ നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. ആ ആ ആ ആ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവിടെ കണ്ടില്ലേ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. സ്തോത്രം. ഹാബേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം വിശ്വാസത്താൽ ആരാധന കഴിച്ചു, യാഗം കഴിച്ചു എന്നാണെങ്കിൽ, ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അടുത്ത ആളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് കൂടെ നടന്നു എന്നാണ്. വിശ്വാസത്താൽ നടന്നു. വിശ്വാസത്താൽ നടന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതല്ല. ദ വാക്ക് ഓഫ് ലൈഫ്, ജീവിത യാത്ര, ജീവിതത്തിൻ്റെ നടപ്പ്, വാക്ക് ഓഫ് ലൈഫ്. ഓരോ ചുവടും ദൈവത്തെ അനുഗമിക്കുന്നതായിരുന്നു. ഓരോ ചുവടും ഇത് നമ്മൾക്കും ചെയ്യാൻ കഴിയും. എപ്പോഴും ഓർത്തോണം, കർത്താവ് കൂടെ ഉണ്ടെന്ന് ഓർത്തോണം. എപ്പോഴും കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആ ദൈവത്തോടുകൂടെ നടക്കുക. കർത്താവിന് കൂടെ വരാൻ കഴിയാത്തടത്ത് നമ്മൾ പോകരുത്. സ്തോത്രം. കർത്താവിന് നമ്മോട് കൂടെ വരാൻ കഴിയാത്ത ഒരിടത്ത് നമ്മൾ കാല് വെക്കരുത്.
കർത്താവ് പോകുന്നിടത്ത് മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ. ദൈവത്തോട് കൂടെ നടന്നപ്പോൾ മീൻസ് ഹാബേൽ ആരാധന, വിശ്വാസത്താലുള്ള ആരാധനയും യാഗവും. ആരാധന എന്ന് പറയുന്നത് യാഗമാണ്, സ്തോത്രം. അല്ലാതെ പാട്ടും ആരോഗ്യത്തിനും ഒതുങ്ങുന്നതല്ല ആരാധന. അറിയാമല്ലോ, റോമാലേഖനം 12-1-2 വാക്യങ്ങളിൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർമ്മിച്ചിട്ടുള്ള പ്രബോധിപ്പിക്കുന്ന ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും. യാഗമാണ് ആരാധന, സ്തോത്രം. അപ്പോൾ ഹാബേൽ യാഗം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആരാധന കഴിച്ചു എന്ന് നമുക്ക് പറയാം, സ്തോത്രം. നോക്കണേ, സ്തോത്രം. നമ്മൾ പുതിയ നിയമത്തിൽ നമ്മളെ തന്നെ യാഗമായി കൊടുത്തിരിക്കുക. നമ്മൾ യാഗമായി കൊടുത്തവർ ജീവനുള്ള യാഗമാണ്. യാഗമായി നടന്നുകൊണ്ടിരിക്കുക, യാഗമായി ജീവിക്കുക, വിശ്വാസത്താൽ യാഗമായി ദൈവത്തിൻ്റെ മഹത്വത്തിനായി കർത്താവിനോട് കൂടെ ചുവടുകൾ വെച്ച് നമ്മുടെ ജീവിതയാത്ര തുടരുന്നു, സ്തോത്രം. ഹല്ലേലൂയ. അത് ഈ ഹാനോക്ക്. അപ്പോൾ കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവഭക്തിയോടുള്ള ജീവിതത്തിന് ഒരിക്കലും തടസ്സമാകുന്നില്ല. ഈ ഹാബേലിൻ്റെ യാഗത്തെക്കുറിച്ചുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, സ്തോത്രം. അതും കൂടെ ചേർത്തെന്ന് പറഞ്ഞു പോകാം. അതായത് ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. നോക്കണേ, 4-ാം അധ്യായത്തിൽ തന്നെ കണ്ടില്ലേ, അവിടെ അവയുടെ മേശയിൽ തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും കയ്യിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കണ്ടോ, പ്രസാദിച്ചു എന്ന്. അപ്പോൾ പ്രസാദിച്ചില്ല എന്ന് വരുമ്പോൾ കയ്യിന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നറിയ യഹോവ കയ്യിലോട്ട്, നീ കോപിക്കുന്ന എന്ത്, അതിന് മുഖം വാടുന്ന എന്ത്. കണ്ടോ, അപ്പം ഈ പ്രസാദിച്ചു എന്ന് പറയുന്നത് എങ്ങനെ അറിഞ്ഞു? ദൈവം ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു എന്നുള്ളത് എങ്ങനെ അറിയുന്നു? വേദപണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് നമ്മൾ മുമ്പേ കണ്ടില്ലേ, കെരൂബുകളുടെ കയ്യിൽ വാളുമുണ്ട്, അവിടെ തീയുമുണ്ട്, സ്തോത്രം. നമ്മൾ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്നതിൽ കുറഞ്ഞതൊരു 5 ഇടത്തെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തീ ഇറങ്ങി യാഗത്തെ ദഹിപ്പിച്ച് ദൈവപ്രസാദം ഉണ്ടായി, സ്തോത്രം. നമുക്ക് അത് കാണാനായിട്ട് കഴിയും. നമുക്ക് ലേവ്യ പുസ്തകം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. കണ്ടോ, വായിച്ചോ. കണ്ടോ, സ്തോത്രം. സമാഗമന കൂടാരം അത് സമർപ്പിച്ച് യാഗം നടക്കുമ്പോൾ, സ്തോത്രം, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീയിറങ്ങി യാഗപീഠത്തിന്മേലുള്ള യാഗം ദഹിപ്പിച്ചു, സ്തോത്രം. ഹാബേലിന്റെ യാഗത്തിലും അങ്ങനെ സംഭവിച്ചിരുന്നിരിക്കാം. എത്ര തെളിവാ. ഹാബേൽ ആ മൃഗത്തെ മേധസർപ്പിച്ചെന്ന് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. മേധസർപ്പിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമാണ്. രക്തച്ചൊരിച്ചിലും വാളുപയോഗിക്കുകയും ദൈവം അവിടെ തീ അയക്കുകയും ചെയ്തു. രണ്ടാമത്, ഈ ഗിദെയോന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാൻ നമുക്ക് കാണാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് ഒരു പ്രത്യേകമായ ഒരു വേദഭാഗമാണ്. അവിടെ നമുക്ക് യഹോവയുടെ ദൂതനെന്നും യഹോവ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. എന്നാലും ഒന്ന് വായിച്ചാട്ടെ. 6-21. കണ്ടോ, വായിച്ചോളൂ. കണ്ടോ, സ്തോത്രം. യഹോവയുടെ ദൂതൻ അവൻ്റെ കണ്ണിന് മറഞ്ഞു. ഗിദെയോൻ മിദ്യാന്യർ വളരെ ഉപദ്രവിക്കുക, മുന്തിരിച്ചക്കൻ അരികെ വെച്ച് കോതമ്പ് വെച്ചോട്ടിക്കുക. അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അക്കാലങ്ങളിൽ ചെയ്തിരുന്നത് വിതച്ചു വിളവാകുമ്പോൾ കവർച്ചപ്പട എന്ന് പറയും. കവർച്ചപ്പട അതിൽ കേട്ടിട്ടുണ്ടായിരിക്കും, ബൈബിളിലും ഉണ്ടല്ലോ. കവർച്ചപ്പടയായി വന്ന് കൊയ്തുകൊണ്ടങ്ങ് പോകും.
നിങ്ങൾ അധ്വാനം മുഴുവൻ കൊണ്ടു കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേലിന് ഭക്ഷണത്തിന് വകയില്ലാതാകത്തക്കതുപോലെ മിദ്യാന്യർ വന്ന് അവരുടെ ധാന്യവും മറ്റും മീൻസ് കൊയ്തു കൊണ്ടുപോകുന്ന കാലം. അന്ന് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുക. അത്ര ഗതികേടിൻ്റെ കാലമാണ്. പരാക്രമശാലി എന്ന് വിളിച്ചാണ് ദൂതൻ്റെ പ്രത്യക്ഷത. സ്തോത്രം. എന്നിട്ട് സംസാരിക്കുക, യഹോവ നിന്നോടുകൂടെ ഉണ്ടെന്ന് എൻ്റെ ദൈവമേ യജമാനനെ എന്ന് വിളിച്ചാൽ തുടങ്ങുന്നത്. സ്തോത്രം. ഒടുവിൽ നീ ഒറ്റ മനുഷ്യനെ പോലെ അവരെ തോൽപ്പിക്കും, ഞാൻ നിന്നെ ഉപയോഗിക്കും. അയ്യോ, ഞാൻ മനശ്ശയിലാണ്, എൻ്റെ കുലം ബലഹീനമാണ്, ഞാൻ ആ കൂട്ടത്തിൽ ഏറ്റവും നിസ്സാരനാണ്, എന്നെയാണോ അവിടുത്തെ ഉപയോഗിക്കുന്നത്? അവൻ തന്നെ ഒന്നുമില്ലായ്മ ദിവസത്തിൽ പറഞ്ഞപ്പോൾ യഹോവ അവനെ നോക്കി, ഈ ബലത്തോടെ പോകാൻ. എന്താ, ബലഹീനനാണെന്നുള്ള തിരിച്ചറിവാണ് ബലം. ബലഹീനനാണെന്നുള്ള തിരിച്ചറിവും അത് ദൈവസ്ഥാനം സമ്മതിക്കുന്നതുമാണ് സ്തോത്രം ദൈവം മുമ്പിൽ ബലമാകുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ തന്നെയാണ് എന്നോട് സംസാരിക്കുന്നതെന്നും നീ എന്നോട് ഈ കാര്യങ്ങൾ എന്നെ കൊണ്ട് നിവർത്തിക്കുമെന്നുള്ളത് എനിക്കൊരു അടയാളം. ഞാൻ വഴിപാട് കൊണ്ടുവരട്ടെ, പ്ലീസ് പോകല്ലേ. ഓടിച്ചത് വഴിപാട് കൊണ്ടുവന്നു. ഒരു പറമാവെടുത്ത പുളിപ്പില്ലാത്ത വടയുണ്ടാക്കി മൃഗത്തെയും പാകം ചെയ്ത് കൊണ്ടുവന്നു. വേറൊരു വെച്ചോളാൻ പറഞ്ഞു, ചാറതിലൊഴിക്കാൻ പറഞ്ഞു. ദൂതൻ്റെ കൈയുടെ വടി കൊണ്ട് തൊട്ടപ്പോൾ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. അവനിൽ ദൈവം പ്രസാദിച്ചു. സ്തോത്രം. അവിടെയും അസാധാരണമാം വിധം തീ പുറപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അടുത്തത് നമുക്കറിയാം, നമുക്ക് എപ്പോഴും അറിയാവുന്നൊരു വാക്ക്, കർമ്മേലിലെ യാഗം, ഏലിയാവിൻ്റെ യാഗം. ഏലിയാവിൻ്റെ യാഗത്തിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാമത്തെ 38-ാമത്തെ വാക്യം നമുക്കറിയാമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മളത് ലാഘവത്തോടെ വായിച്ചു വിടും. കുടിക്കാൻ വെള്ളമില്ലാത്ത കാലത്താണ് ഒരു സയ വിത്ത് വിതയ്ക്കാനുള്ള വലിപ്പത്തിൽ വലിയ കിടങ്ങുണ്ടാക്കിയിരിക്കുക. പിന്നെയും കൊണ്ടുവെള്ളം ഒഴിക്കുക, പിന്നെയും കൊണ്ടുവെള്ളം ഒഴിക്കുക. ആ മലമുകളിൽ ഈ വെള്ളം കൊണ്ടുവന്നു. ഈ ജനം അത് അനുസരിക്കുക. ഏതായാലും ഇതാ തീരുമാനമായേ വെക്കുള്ളൂ. ഏതാ തീരുമാനം? ബാലാന്നോ ദൈവം, യഹോവയായ ദൈവമാണോ? കാര്യം അവിടെ ആ ചിന്താക്കുഴപ്പത്തിലായിരിക്കുക. ബാലിൻ്റെ പുരോഹിതന്മാർ രാജ കൊട്ടാരത്തിൽ സുഖിക്കുന്നു, യഹോവയുടെ പ്രവാചകന്മാർ ഒളിച്ചു നടക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ ചിന്താക്കുഴപ്പമായി, ഏതാ സത്യദൈവം? യഹോവയായ ദൈവമാണ് സത്യദൈവം എന്ന് തെളിയിക്കുവാൻ അവിടെ ആവശ്യമാണ്. തീ കൊണ്ട് ഉത്തരവുള്ള ദൈവം തന്നെ ദൈവം. ഈ ബാലിൻ്റെ പുരോഹിതന്മാരവിടെ തന്നെ രക്തമൊഴുകുവോളം അവർ ഉണർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ഏതായാലും അവർ അത്രയൊക്കെ കാണിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ അസാധാരണമായ നിലയിൽ തീ ഉണ്ടാക്കാനൊക്കെ ഇവന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അവർ ആ സാഹചര്യത്തിലൊന്നും മുദ്രയില്ലായിരുന്നു. പിശാചിനെ കൊണ്ട് മുദ്രി അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ നോക്കണേ, പക്ഷേ ദൈവത്തിൻ്റെ നിയന്ത്രണമായിരുന്നു അവിടെ. ഇവിടെ ഞാൻ ഒരു ചെറിയ പ്രബോധനം കൊണ്ടെന്ന് പറഞ്ഞു നോക്കട്ടെ. ഇന്ന് നമ്മുടെ രാജ്യത്ത് പൈശാചികമായ ശക്തി വളരെ ശക്തമായി തലയെടുത്തു വരുന്നുണ്ട്. ജനങ്ങൾ മുഴുവൻ അന്ധവിശ്വാസങ്ങളിലേക്കും ജാതീയമായ കർമ്മങ്ങളിലേക്കും ചടങ്ങുകളിലേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി ശക്തമായി പ്രാർത്ഥിക്കാൻ ബൈബിളിലില്ല. നമ്മളെപ്പോഴും പറയും ശക്തമായി പ്രാർത്ഥിക്കണം. ഈ ശക്തമായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് തള്ളി ഇടിച്ച് ചവിട്ടി തൊഴിച്ച് ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ ഇല്ല. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. എല്ലാം കണ്ടിട്ടുണ്ടോ ബൈബിളിൽ? ഇവിടെ കണ്ടിട്ടുണ്ടോ? എന്നെ കൊണ്ടൊന്ന് കാണിച്ചേക്കണേ. സ്ഥിരം കേൾക്കുന്നൊരു പല്ലവിയായിരിക്കാം. ഈ വേറെ പുസ്തകത്തിലും കാണും ഉള്ളതുമല്ലോ എന്ന് ഈ പറയുന്നത്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ പറയാമോ?
എനിക്ക് തോന്നി ഇപ്പോഴീ ശകലം ഈ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതാ പ്രാർത്ഥനയുടെ ആക്കമെന്നാണ് വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. പോട്ടെ, അത് വേറെ വിഷയം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. നമ്മൾ വായിക്കുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പേൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പേൻ. അങ്ങനെ പ്രാർത്ഥിക്കണം. ഇനി അറിയാം, എതിർക്രിസ്തുവിൻ്റെ കാലത്ത് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കുവാൻ, അതിന് ആത്മാവിനെ കൊടുക്കാൻ കഴിയും. ഒന്നോർത്ത് നോക്കി, ഇവിടുത്തെ ഒരു മൂർത്തി സംസാരിക്കുന്നൊരു സ്ഥിതി ഉണ്ടായാൽ, ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ പറയും AI കൊണ്ടുണ്ടാക്കാം, അതെ അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട്. ഇല്ല, ആത്മാവിനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇല്ലാതെ ഒരു ദുരാത്മാവിനെ കയറുന്നേ. ഇഷ്ടം പോലല്ലേ കടിയടിച്ച് കിടക്കുന്നേ. സഭ ഒരുങ്ങേണ്ടതിന് സുവിശേഷം ഇനിയും അറിഞ്ഞിട്ടില്ലാത്തടത്ത് സുവിശേഷം എത്തിക്കുവാൻ കർത്താവെ ഞങ്ങൾക്കൊരവസരം തരണം, അതുവരെ ഇവനെ നിയന്ത്രിക്കണേ എന്ന് നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. കർമ്മേലിൽ അന്ന് ദൈവത്തിൻ്റെ നിയന്ത്രണമുണ്ടായി. അതുപോലെ ദൈവാത്മാവിൻ്റെ നിയന്ത്രണം നമ്മൾ തെസ്സലോനിക്കയിൽ വായിക്കുന്നത്, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോക മാത്രം വേണം, എങ്കിലേ അധർമ്മമൂർത്തി വെളിപ്പെടുകയുള്ളൂ. തടുക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ്, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ജനഹൃദയങ്ങളിൽ വ്യാപരിക്കണം. അന്ധതയിലേക്ക് തിരിയുവാൻ ജനത്തെ അനുവദിക്കരുതേ. സ്തോത്രം. ഈ ലോകത്ത് ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. തിരുമേനി അവൻ്റെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തണമേ എന്ന് നമ്മൾ മുട്ടിപ്പായി നമ്മൾ ദിവസം പ്രാർത്ഥിക്കുവാൻ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ, ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാൻ സ്തോത്രം നമുക്ക് കഴിയണം. ദൈവസഭയ്ക്ക് ചുമതലയാണത്. വെൽ, ദൈവം നിയന്ത്രണം വെച്ചു, വെള്ളം കോരി ഒഴിച്ചു, ചുറ്റുമുള്ള തോടിനകത്ത് വെള്ളം നിറഞ്ഞു. പക്ഷേ ഏലിയാവ് ദിവസം നിലവിളിച്ചപ്പോൾ സ്തോത്രം സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ദൈവം പ്രസാദിച്ചു എന്നുള്ള തെളിവാണത്. സ്തോത്രം. പിന്നെ നമുക്ക് കാണാൻ കഴിയും, ഒർന്നാൻ്റെ മെതിക്കളത്തിൽ ദാവീദ് യാഗപീഠം പണിതപ്പോൾ അവിടെ ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം 21-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലുണ്ട്. ദിനവൃത്താന്തത്തിൻ്റെ 1-ാം പുസ്തകം സ്തോത്രം. ആകാശത്തുനിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി. ദൈവം പ്രസാദിച്ചു എന്നുള്ളതിന് തെളിവ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് തീ ഇറങ്ങുന്നു. അങ്ങനെ ഹാബേലിനും ഉണ്ടായി കാണും. അങ്ങനെ പ്രസാദിച്ചു എന്നുള്ളത് ഇവന് മനസ്സിലായി. ഒരെണ്ണം കൂടി ഒന്ന് കാണിച്ചു തരാം. ശലോമോൻ്റെ ആലയ പ്രതിഷ്ഠാവേളയിൽ ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേര്. കണ്ടോ? പിന്നെയും ശലോമോൻ പ്രാർത്ഥിച്ച് ആലയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യാഗം ദൈവം അതിൽ പ്രസാദിച്ചു എന്നുള്ളൊരു തെളിവാണ്. അങ്ങനെ ആയിരിക്കാം ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത്. നിങ്ങൾ ഓർത്ത് നോക്കിയപ്പോൾ ദൈവം തന്നെ കാണിച്ച ആ മാതൃക പ്രകാരം സ്തോത്രം. നോക്കണേ, വാൾ കൊണ്ട് കൊല്ലപ്പെട്ട് സ്തോത്രം തീയിൽ യാഗം വെന്തെരിഞ്ഞ് ദൈവം അത് പ്രസാദകരമായി സ്വീകരിച്ചു. സ്തോത്രം. വെറുതെ ആണോ? പ്രകടമായി ദൈവപ്രസാദത്തിൻ്റെ വെളിപ്പാട് അവിടെ ഉണ്ടായപ്പോൾ കായിന് കലിയായി. മുഖം കോപമുണ്ടായി, മുഖം വാടി. വെൽ, സ്തോത്രം. ആട്ടെ, ഞാൻ അത് മുമ്പ് പറഞ്ഞപ്പോൾ അത് അകത്തും കൂടെ ചേർത്ത് പറയാൻ വിട്ടുപോയതാണ്.
സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നും യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. യാഗത്തിലൂടെ എല്ലാ ദിവസവും എത്തുവാനും നമുക്ക് കഴിയുകയില്ല. അപ്പോൾ ഇനി ഹാബേൽ, സ്തോത്രം, അങ്ങനെ ആദ്യത്തെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഭക്തനായി തീർന്നു. നമ്മളിപ്പോൾ അടുത്തത് കണ്ടാൽ മീൻസ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. സ്തോത്രം. നമ്മൾ ഹാനോക്കിൻ്റെ ഏഴാമനായ ഹാനോക്ക്, യൂദായുടെ ലേഖനത്തിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയെക്കുറിച്ച് പ്രവചിച്ചു. അതവിടെ വായിക്കുമ്പോൾ യൂദായുടെ ലേഖനത്തിൽ ഹാനോക്കിൻ്റെ പ്രവചനം എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടി ഇതാ വരുന്നു എന്ന് പ്രവചിച്ചു. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും അതിൻ്റെ 18-ാമത്തെ വാക്യമാണ്, 13-ാമത്തെ വാക്യം, 14-ാം വാക്യം, ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ ഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തി കെട്ട പാപികൾ തന്നെ നിര പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അതിന് ആ ശുശ്രൂഷയിൽ ഹാനോക്കിനൊരു പങ്കുണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം. ദൈവം ഹാനോക്കിന് വെളിപ്പാട് നൽകി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനിയും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തെ പ്രസാദിച്ചു. ഇനി ഹാനോക്ക് അവൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ 5, 6 വാക്യങ്ങൾ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. വായിച്ചോളൂ. കേട്ടോ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. എങ്ങനെ പ്രസാദിപ്പിക്കാം? ഹൗ ക്യാൻ വി പ്ലീസ് ഗോഡ്? തൊട്ട് താഴെ അതിൻ്റെ വിശദീകരണം കൊടുത്തു. ഹാനോക്ക് എങ്ങനെ പ്രസാദിപ്പിച്ചു? വിശ്വാസത്താൽ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ വിശ്വാസത്തിൽ എന്തൊക്കെ? 1, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. അത് മുമ്പേ പറഞ്ഞല്ലോ. ദൈവം ഉണ്ടെന്ന് അംഗീകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവത്തെ ദൈവമെന്ന് അംഗീകരിക്കണം. പിശാച് വിശ്വസിക്കുന്ന പോലെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരോടൊത്തി പിശാച് വിശ്വസിക്കുന്ന പോലെ അതുപോരാ. ഇവിടെ ഏതായാലും ഇപ്പോൾ ഈ നിരീശ്വരവാദത്തിന് ഞാൻ ബോധപൂർവമാണ് യുക്തിവാദം എന്ന വാക്ക് ഒഴിവാക്കിയത്. കാരണം അത് യുക്തിഹീനമല്ലേ? പിന്നെ എന്തിനാ അതിന് യുക്തിവാദമൊന്നും പറ്റും പറയുന്നത്? അവർ അവകാശമില്ലാതെ ആ നല്ല വാക്ക് അവരുടേതായി പിടിച്ചെടുത്ത് പോയില്ലേ? യുക്തിഹീനതയാണ്. എത്ര എന്ന് പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു തുടക്കം വേണ്ടേ? പിന്നെ സമുദ്രത്തിലെ ചെറിയ ഒരു പ്രോട്ടോസോവായിൽ നിന്ന് ഏകകോശ ജീവിയിൽ നിന്ന് ബഹുകോശ ജീവിയായി ഇങ്ങനെ ഈ സമുദ്രം എങ്ങനെയാണ് കുഞ്ഞെ ഉണ്ടായി? അതിന് വിശദീകരണമില്ല. സർവ്വലോകത്തിൻ്റെയും മേൽ പിശാചിന് സ്വാധീനമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ. ഏതാ? തിയറി ഓഫ് എവല്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ തത്തുല്യമായ ലോകത്തിലെ പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ അവർ 100% വ്യക്തമായി അതിനുള്ള ഒത്തിരി തീസിസൊക്കെ എഴുതി ഒരുക്കിയിരിക്കുന്ന ഇൻ്റലിജൻറ്റ് ഡിസൈൻ, ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്നാണ് ആ തിയറിക്ക് പറയുന്നത്. ഇൻ്റലിജൻറ്റ് ഡിസൈൻ പഠിപ്പിക്കാൻ ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി മുതിരുന്നില്ല. അമേരിക്കയിൽ അവിടെ സുപ്രീം കോടതിയിൽ നോബൽ ലോറിയറ്റ്സായ നോബൽ സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ഏതാണ്ട് 1 ഡസനോളം ശാസ്ത്രജ്ഞന്മാർ
ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന് പറയുന്ന അവരുടെ തിയറി കൂടി പഠിപ്പിക്കണം. ഈ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ അമേരിക്കക്കാർ മാത്രമല്ല, അമേരിക്കയിൽ ഉള്ള ആളുകളാണ് മുൻകൈ എടുത്തത്. നോബൽ ലോറിയേറ്റ്സ് ആയിട്ടുള്ള ഏതാണ്ട് 1 ഡസനോളം ശാസ്ത്രജ്ഞന്മാർ ഇൻ്റലിജൻറ്റ് ഡിസൈൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ്, സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ശക്തമായി മുമ്പിൽ വന്നു. പക്ഷേ അതിനെ മറ്റവരെ എതിർത്തു. നോ ചേഞ്ച് ഇൻ കരിക്കുലം, ഇതിനകത്ത് ഒരിക്കലും മാറ്റം വരുത്താൻ ഒക്കില്ല. അവസാനം അത് കോടതിയുടെ വിധി അത് പഠിപ്പിക്കേണ്ടെന്നായിരുന്നു. ഇൻ്റലിജൻറ്റ് ഡിസൈൻ, നിങ്ങൾ ഓർത്ത് നോക്കി, ഈ പ്രപഞ്ചം എന്തൊരു അത്ഭുതകരമായ പ്രിസിഷനാണ് ഇവിടെ. ഈ ഭൂമിയുടെ ആ സൈസൊക്കെ നോക്കിയാൽ തന്നെ എന്തൊരു അത്ഭുതമാണ്. സ്തോത്രം. അതല്ലേ ഭൂമിയുടെ പൊടിയുടെ തുക എന്ന് അതിരുവെടുത്ത് പറയുന്നു. യോബിൻ്റെ പുസ്തകത്തിലുള്ള ഭൂമിയുടെ പൊടിയുടെ തുക. ദൈവത്തോട് ചോദിക്കണം നമുക്ക്. ചിലപ്പോൾ ദൈവത്തിൻ്റെ കണക്കുമല്ലോ ഉണ്ടായിരിക്കും. ഇവിടെ ട്രില്യൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതിനു കൂടി വേറെ ഉണ്ടോ എനിക്കറിയാൻ പറ്റില്ല. ട്രില്യൻ കഴിഞ്ഞ് അടുത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമോ? എത്ര പൊടി ഈ ഭൂമിയിലുണ്ട്? ആ കറക്റ്റ് അളവിനാണ് ഇതുണ്ടാക്കിയേക്കുന്നത്. ആ കറക്റ്റ് അളവിനല്ല ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ആകർഷണത്തിൻ്റെ ശക്തി ഇതിൻ്റെ ഉപരിതലത്തിൽ വരെ ഈ കൃത്യമായ അളവിൽ വരികയില്ല. ഈ ഭൂമിയുടെ വലിപ്പം ഒരിച്ചിരി കുറവായിരുന്നെങ്കിൽ, ഫുട്ബോളിൻ്റെ വലിപ്പത്തിലാണ് ഭൂമിയെങ്കിൽ ഈ ഫുട്ബോളിന് പകരം ക്രിക്കറ്റ് ബോളിന് വലിപ്പം ഭൂമിക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്കിതിന് മുകളിൽ കൂടെ നടക്കാൻ ഒക്കുമായിരുന്നില്ല. കാര്യം ഇരുമ്പ് ഷൂസ് ഇട്ടുകൊണ്ട് കാന്തത്തെ കൂടെ നടക്കുന്ന പോലെ ഇരിക്കും. ഓരോ കാലം പറിച്ചെടുക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഈ ഇത്രയും വേഗത്തിൽ ഇത് കറങ്ങുമ്പം ഇതിനെ പുറത്തിരിക്കുന്ന നമ്മളൊന്നും തുറിച്ചു പോകാത്ത എന്താ? ഇതൊക്കെ ശകലം കോമൺ സെൻസ് ഉണ്ടല്ലേ. എന്നിട്ട് അവന്മാർ ഈ വാക്കെടുത്തോണ്ട് പോയി യുക്തിവാദം എന്നത്. കഷ്ടം. നിരീശ്വരവാദം എന്ന് പറഞ്ഞു. എന്തൊരു അത്ഭുതകരമായാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ദൈവത്തെ ദൈവമെന്നോർക്കണം. ഒത്തിരി പേര് പറയുന്നൊരു ശക്തിയുണ്ടെന്ന്. വേറെ കുറേ പേര് പറയുന്നു നമ്മളിൽ എല്ലാവരിലും ഒരു ശക്തിയുണ്ട്, അതിനെല്ലാം ആകത്തുകയാണ്. അതിലെ ബുദ്ധിസം പറയുന്നു, പാൻതീസം, എല്ലാവരിലും ദൈവം ഇരിക്കുന്നു. നമ്മുടെ ഇടയിലും ചില ആളുകൾ ചിന്തയില്ലാന്നൊക്കെ പറയും. ദൈവം ഏതൊരു ജീവശ്വാസം ഊതിയപ്പം ദൈവം തൻ്റെ ജീവൻ്റെ അംശം, ജീവസത്തയിൽ ഒരംശം എടുത്ത് മനുഷ്യനെ നിശ്ചയിച്ചു. അങ്ങനല്ല, നമ്മൾ അറിയാതെ പോലും അങ്ങനെ പറയരുത്. ദൈവം തൻ്റെ ആത്മജീവൻ്റെ ഒരംശം മനുഷ്യനെ നിക്ഷേപിച്ചു എന്ന്. ഗോഡ് ഇൻസ്റ്റാൾഡ് എ പാർട്ട് ഓഫ് ഡിവൈൻ ലൈഫ് ഇൻ മാൻ എന്ന് അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതുന്ന ആളുകളുണ്ട്. ഇറ്റ് ഈസ് റോങ്. അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാവരും കയറിയിരിക്കുന്നത് വരും. അങ്ങനല്ല. ജീവശ്വാസത്തിൻ്റെ ഊത്തിനാൽ മനുഷ്യാത്മാവിനെ സൃഷ്ടിക്കുകയായിരുന്നു. അതാണ് സെഖരിയാവിൻ്റെ പ്രവചനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് വേദം. സെഖരിയ പ്രവാചകം നേരം പോയി. ആ ആ ആ ആ കേട്ടോ. താങ്ക് യു. മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുകയെന്നല്ല, നിർമ്മിക്കുകയും. ജീവശ്വാസം വചനമാണ്. ശ്വാസം എന്ന് പറയുന്നത് വചനത്താലാണ്. ഈ നമ്മൾ പറയുമ്പോൾ ശ്വാസമല്ലേ വരുന്നേ. സ്തോത്രം. അവൻ്റെ വചനത്താൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഈ ശബ്ദം എന്ന് പറയുന്നത് ഈ ശ്വാസത്തിൻ്റെ ഒരു വേവ്സാണ്. മനുഷ്യാത്മാവിനെ ദൈവം സൃഷ്ടിച്ച, അത് 3 ആത്മാക്കളുണ്ട്. ദൈവാത്മാവ്, ദുരാത്മാവ്, മനുഷ്യാത്മാവ്.
അപ്പോൾ ദൈവത്തെ ദൈവം ഇറ്റ്സ് എ പേഴ്സണൽ ഗാഡ്. വെറും ഒരു ശക്തി എന്നല്ല. അതാണ് റോമാനത്തിൽ പറയുന്നത്, ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കണം. ഓ സ്തോത്രം. ഈ സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, എന്നെ വ്യക്തിപരമായി അറിയുന്ന ദൈവം, ജീവൻ തന്ന് എന്നെ സ്നേഹിക്കുന്ന ദൈവം. സ്തോത്രം, സ്തോത്രം. ഹാ, അത്ര സന്തോഷമാണ്. സ്തോത്രം. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും ഞാനൊന്നുകൂടെ പറയാം. ഈ ഇസ്രായേലിൽ ആരോ ഏതോ ഒരു കമ്പനി ഉണ്ടാക്കിയ ഒരു ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന പോലെ നമുക്കറിയാം, ഇപ്പോൾ ആളുകളെല്ലാം യാത്ര ചെയ്ത് മുഴുവൻ മാപ്പിട്ട വഴി വയ്ക്കത്തില്ല. ആരും വഴി വെച്ച് പറയാനും ആരില്ല. ഒന്നും അറിയാൻ മേല സ്ഥലത്ത് ഈ മാപ്പിട്ട് പോയാൽ മതി. ഇപ്പോൾ ലോകത്തിൽ ഒരു 50 ലക്ഷം കാർ അതിൽ കൂടെ കാണും. 50 ലക്ഷം കാറ് ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിരിക്കട്ടെ. ഈ 50 ലക്ഷം കാറുകാരും എന്തിട്ടിരിക്കുക? ഗൂഗിൾ മാപ്പ് ഇട്ടേക്കുക. 50 ലക്ഷം കാറുകാർ ഗൂഗിൾ മാപ്പ് ഇട്ടാലും 50 ലക്ഷം ഡെസ്റ്റിനേഷൻസിലേക്ക് പോകുമ്പോഴും 50 ലക്ഷം റൂട്ടാണേലും ഓരോരുത്തന് അവനവൻ്റെ റൂട്ട് പറഞ്ഞു കൊടുക്കത്തക്ക പേഴ്സണൽ കെയർ ഈ കണങ്ങാക്കുടുക്ക പോലുള്ള ഈ മനുഷ്യൻ്റെ തല കൊണ്ട് മനുഷ്യനുണ്ടാക്കാൻ കഴിയുമെങ്കിൽ സർവശക്തനായ ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് കരുതാൻ കഴിയുമെന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ സൗരങ്ങളിൽ ഞാൻ നിങ്ങളെ ഒരു കൂട്ടമായിട്ടേ കാണുന്നുള്ളൂ. ദൈവം ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് കാണുകയാണ്. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിയുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തെ ദൈവമെന്നോർക്കണം. ദൈവത്തെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. സ്തോത്രം. അത് പിശാചിൻ്റെ വിശ്വാസം പോരാ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ, ദൈവത്തെ വിശ്വസിക്കണം. ആ വിശ്വാസം കൂടെ അത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. സ്തോത്രം. നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും. എന്തിനു നമ്മൾ ഭാരപ്പെടണം? സ്തോത്രം. ഏത് സാഹചര്യത്തിൽ കൂടി പോയാലും ദൈവം നമ്മെ അറിയുന്നു. ഓരോരുത്തൻ്റെയും തലയിൽ എത്ര മുടിയുണ്ടെന്നുള്ളത്. സ്തോത്രം. എണ്ണമെടുത്ത് വെച്ചിരിക്കുന്ന ദൈവം അതിലൊന്ന് താഴെ വീഴുന്നത് പോലും അവിടുത്തെ അറിവോടും അനുഭവത്തോടും കൂടെയാണെങ്കിൽ ഇത്രമാത്രം നമ്മളെ കരുതുന്നൊരു ദൈവമുണ്ടെന്ന് ആ ഒരു ഉൾബോധം നമ്മുടെ മനസ്സിൽ എന്തൊരു കോൺഫിഡൻസാണ് തരേണ്ടത്, എന്തൊരു ധൈര്യമാണ് തരേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ സഹോദരങ്ങളെ. സ്തോത്രം. അതെ, ഈ ദൈവം ഇന്നും എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ദൈവത്തിൻ്റെ അടുക്കൽ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ബാക്കി കാര്യങ്ങൾ കർത്താവ് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ഭാഗ്യകരമായ ഒരനുഭവം. ഇത്ര വലിയ ദൈവവുമായി വ്യക്തിബന്ധം അനുഭവിക്കുവാനുള്ള ഭാഗ്യപദവി ദൈവം നമുക്ക് നൽകിയതിനാൽ നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ നടത്തുന്ന ദൈവമാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങൾ ദിവസം നിന്ന് അടയ്ക്കാം. ഈ ദൈവത്തിൽ ദൈവത്തോടുള്ള ഹൃദയം ഒന്ന് പകരാതാകണമേ. നമ്മൾ ദൈവത്തോടൊന്ന് ഹൃദയം തുറന്നൊന്ന് ഒരു വാക്കൊന്ന് പറഞ്ഞാട്ട്, കർത്താവേ